ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ശ്രുതി ടെറസിൽ നിന്ന് ഇറങ്ങി വരുവാണ്. അപ്പോഴേക്കും മനസ്സിലാവുന്നുണ്ട് ശ്രുതിയും ശ്രുതിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം. പക്ഷേ അതിനെക്കുറിച്ച് തിരക്കാൻ വേണ്ടി പോകുമ്പോൾ ശ്രുതി കാര്യമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു വിഷമമുണ്ട്. അതുമാത്രമല്ല നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ശ്രുതിയും രേവതിയും വർഷയും എല്ലാവരും കൂടി ചേർന്ന് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് അറിയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് ആകെ ടെൻഷനാവാണ്. സ്വന്തം കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോവോ എന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ. ആ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമൻറ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. ശ്രുതി റൂമിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ ബെഡിൻ്റെ അരികിലിരുന്നിട്ട് കൈകൊണ്ട് ഇടിക്കാണ് കേട്ടോ. ഞാൻ തെറ്റ് ചെയ്തു, വലിയ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ ശ്രുതി എന്നെ കല്യാണം കഴിച്ചാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്, എൻ്റെ ജോലി വിഷയത്തെ കുറിച്ചിട്ടാണ്. ഞാൻ എപ്പോഴും വളരെ ക്ലിയർ ആണ്. എനിക്ക് സെറ്റാവുന്ന ജോലിക്ക് മാത്രം നോക്കിയിട്ടേ ഞാൻ പോവുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ ഒരു ജോലിക്ക് പോയതാണ് തെറ്റായി പോയത്. ഓ അപ്പൊ എല്ലാത്തിനും ഞാനാണോ കാരണം എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ നീ ഒരു റീസൺ ആണെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഈവനിങ് വരുന്ന സമയത്ത് ഞാനൊരു ജോലിയായിട്ട് വരണം എന്നുള്ള കാര്യം നീ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ എന്തോ ഒരു ജോലിക്ക് പോയത്. ഇപ്പൊ കുറ്റമെല്ലാം എന്റെ മേലിട്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണോ ശ്രുതി? നിനക്ക് ഒരു ജോലിക്ക് പോകാനും താല്പര്യമില്ല എന്നുള്ള കാര്യം പറ. നീ ലേസി ആയിട്ട് എന്തിനാ എന്നെ കുറ്റം പറയുന്നത്? ആരാ ലേസി, ഞാനോ? ഞാൻ എന്ത് ജോലിക്കാ പോയെന്നുള്ള കാര്യം നിനക്കറിയോ? ഞാനെന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യണേ ശ്രുതി. എന്റെ പഠിപ്പോ യോഗ്യതയോ എല്ലാം വിട്ടിട്ട് ഞാൻ ഒരു ഹോട്ടലിൽ വെയിറ്റർ ആയിട്ടാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്ത് വെയിറ്റർ ജോലിക്കാണോ പോയത്? എന്തിനാ ശ്രുതി അങ്ങനത്തെ ജോലിക്ക് പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീയല്ലേ പറഞ്ഞത് അന്ന് വൈകുന്നേരം വരുന്ന സമയത്ത് ജോലിയായിട്ട് വരണോ എന്നുള്ള കാര്യം. ഞാൻ എന്ത് ചെയ്യാനാണ്? അന്ന് തന്നെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോലിയെ കിട്ടുള്ളൂ. ഞാൻ എന്തോരം അപമാനിക്കപ്പെട്ടു എന്നുള്ള കാര്യം അറിയോ? വരുന്നവരും പോകുന്നവരും എന്നെ എന്തോരം അപമാനിച്ചു എന്നുള്ള കാര്യം നിനക്കറിയോ? എല്ലാം ഞാൻ സഹിച്ചു. എന്താന്നുള്ള കാര്യം നിനക്കറിയോ? എല്ലാം നിനക്ക് വേണ്ടിയിട്ട് മാത്രം. എന്നാ നീയാണെന്നുണ്ടെങ്കിലോ ഞാൻ ലേസിയാണ് അത് ഇതെന്നൊക്കെ പറയുന്നു. ഇതെന്താ ശ്രുതി എന്റെ അടുത്ത് നേരത്തെ പറയേണ്ടിരുന്നെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഫീൽ ചെയ്യുന്നുള്ള കാര്യം തോന്നി. ഞാനും ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് ആ ജോലിയിൽ നിൽക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ടാണ് വിട്ടത്. ഇനി ഞാൻ എന്റെ പഠിപ്പിനനുസരിച്ചിട്ടുള്ള ജോലി കിട്ടിയാൽ മാത്രമേ ചെയ്യുള്ളൂ. എനിക്ക് റെസ്പെക്ട് കിട്ടാത്തടുത്ത് ഞാൻ ജോലി ചെയ്യില്ല എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചു. എന്ന് കരുതിയിട്ട് ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യാതിരിക്കും എന്നുള്ള കാര്യം വിചാരിക്കേണ്ട. നല്ല ജോലി കിട്ടുന്നത് വരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ജോലി ഇല്ലെന്ന് കരുതിയിട്ട് ഞാൻ ഒരിക്കലും ഹോട്ടൽ ജോലിക്കൊന്നും ഇനി പോവില്ല. എന്റെ പഠിപ്പിനനുസരിച്ചുള്ള ജോലി അല്ലെങ്കിൽ പോലും ഞാൻ ഈ റെസ്റ്റോറൻറ്റിലെ ജോലിക്ക് പോയി. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇനി ആരും എന്നെ കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് പറ്റുന്ന പണി ഞാൻ തന്നെ നോക്കി കണ്ടുപിടിച്ചോളാം. എന്താ ശ്രുതി, എനിക്കെന്താ ശ്രുതിയുടെ മേലെ ഒരു കെയറും ഇല്ലാത്ത പോലെ സംസാരിക്കുന്നത്? ആരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്തിനാ പറയുന്നത്? എന്നെ കുറിച്ചിട്ടല്ലേ പറയുന്നത്? എന്തോ ഞാൻ ശ്രുതിയുടെ അടുത്ത് കോടികൾ സമ്പാദിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ശ്രുതി നിൽക്കുക എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയിട്ട് നീ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കിയിട്ടല്ല ഞാൻ ശ്രുതി നിന്നെ കല്യാണം കഴിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ശ്രുതിക്ക് ജോലിയേ ഉണ്ടായിരുന്നില്ല. ഒരു വൈഫും സ്വന്തം ഹസ്ബൻഡ് നന്നായിരിക്കണോ എന്നുള്ള കാര്യം വിചാരിക്കാത്തവരുണ്ടാവില്ല. ജോലിക്ക് പോയാൽ മാത്രമേ നിനക്ക് മര്യാദ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഫോഴ്സ് ചെയ്തത്. ജോലി ഇല്ലാത്തതിന്റെ പേരിൽ സച്ചിക്ക് മുമ്പിൽ എന്നും അപമാനപ്പെട്ടിട്ടല്ലേ നിൽക്കുന്നത്. ഞാനും അതുപോലെ തന്നെയല്ലേ നിൽക്കുന്നത്. അതെല്ലാം ശ്രുതി കണ്ടോണ്ട് നിന്നതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോയിട്ട് ഇഷ്ടമല്ലാത്തൊരു ജോലി ചെയ്തത്. ഞാൻ ശ്രുതിയുടെ അടുത്ത് പറഞ്ഞത് ഒരു ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഹോട്ടലിൽ പോയിട്ട് വെയിറ്റർ ആവാനോ പ്ലേറ്റ് കഴുകാനോ ഞാൻ പറഞ്ഞില്ല. കുറച്ചെങ്കിലും റെസ്പോൺസിബിൾ ആവാനാ പറഞ്ഞത്. അത് നീ പറഞ്ഞിട്ട് എനിക്ക് വരേണ്ട കാര്യമല്ല. എനിക്ക് പറ്റുന്ന ജോലി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇങ്ങനെ ടോർച്ചർ ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഞാൻ ശ്രുതിയെ ടോർച്ചർ ചെയ്യുന്നു എന്നല്ലേ നീ പറയുന്നത്? ഇനി എന്തായാലും ഞാൻ ശ്രുതിയുടെ അടുത്ത് ഒന്നും പറയില്ല. പോരെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവാണേ. തുടർന്ന് നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഹാളിൽ ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് അലറുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ ചായ വേണ്ടേ? ഇപ്പൊ അതാണോ പ്രധാനം? എന്തായിരിക്കും ശ്രുതി ടെറസിൽ നിന്ന് ഇറങ്ങി വന്നത്? ശ്രുതിയുടെ മുഖമാണെന്നുണ്ടെങ്കിലും ശരിയല്ല. റൂമിലാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഭയങ്കര ഒച്ചയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടായിരുന്നോ? നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ചെവിയിൽ കേൾക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് വെക്കണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നടുവീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണണം. അവരുടെ റൂമിൽ നടന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ എന്തിനാ ചോദിക്കുന്നത്? ഇപ്പോഴേക്കും കാപ്പി നല്ല ചൂടാറിയിട്ടുണ്ടാവും. നീ പോയിട്ട് ചൂടാക്കി കുടിക്കാൻ നോക്കും. തുടർന്ന് നമ്മുടെ സച്ചി പായും താലിനൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ കൊണ്ടേ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട്, അല്ല സച്ചി ഇപ്പോഴാണോ എണീറ്റ് എന്നുള്ള കാര്യം? അതെ അച്ഛ, ഞാൻ വാക്കിങ്ങിന് പോയ സമയത്ത് നിന്റെ കാറ് പുറത്ത് കണ്ടില്ലല്ലോ, അതച്ഛ ഷെഡിലിട്ടിട്ടാ വന്നെന്ന് പറയുന്നുണ്ടേ. ഇന്ന് നീ ഷെഡിലാണോ? എന്നും ഷെഡിൽ തന്നെയാണോ ഇടുന്നത്? അതച്ഛ ഇടയ്ക്ക് മഹേഷ് കാർ ഓടിക്കുന്നുണ്ട്. അവന്റെ കാറ് മെക്കാനിക്കിന്റെ അടുത്താണ്, അതുകൊണ്ട് അവിടെ ഇട്ടിട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഓക്കെ ശരി, നീ വേഗം കുളിച്ച് റെഡിയാവാൻ നോക്ക്. രേവതി കടയിൽ പോയിരിക്കുകയാണെന്നുള്ള കാര്യം പറയണേ. ശരി എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്.
അത് കഴിഞ്ഞതിന് ശേഷം രവി ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയും ടെറസിൽ നിന്നല്ലേ ഇറങ്ങി വന്നത്, അതിനെക്കുറിച്ച് നിനക്ക് ചോദിക്കണമെന്ന് തോന്നിയില്ലേ? അവൻ എല്ലാ ദിവസവും അവിടെ പോയിട്ടല്ലേ കിടക്കുന്നത്. പക്ഷേ ഈ സുധി എന്തിനാ അവിടെ പോയെന്നുള്ള കാര്യം അറിയാത്തത്? ഈ സച്ചിയാണെന്നുണ്ടെങ്കിൽ സുധിയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടാവും. നീ നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടേണ്ട ചന്ദ്ര എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട്. തുടർന്ന് സച്ചിയാണെന്നുണ്ടെങ്കിൽ റൂമിൽ പോയിട്ട് തുടർന്ന് ഫോൺ എടുത്ത് നോക്കുകയാണ് കേട്ടോ സച്ചി. ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മഹേഷ് ഡിലീറ്റ് ചെയ്യണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഇതിപ്പോ ഫോണിൽ വെച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ആ കള്ളൻ ഒരിക്കലും തിരുത്തില്ലല്ലോ. അവൻ എങ്ങനെ അടിച്ചാൽ വേണ്ടി അവനെ കൊള്ളുന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. ജീവിതം എന്താണാവോ ആവാൻ വേണ്ടി പോകുന്നത്, ഇതൊക്കെ ആരെടുത്താ പറയുക? അതേസമയം നമ്മുടെ രേവതി ആ റൂം വഴി പോകുന്നുണ്ട്. ഡോർ ചെറുതായിട്ട് തുറന്നു കിടക്കുന്നതുകൊണ്ട് തന്നെ സച്ചി അവിടെ എന്തോ ചെയ്യാന്നുള്ള കാര്യം മനസ്സിലായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടേ. ഫോൺ നോക്കി കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ബെഡിൽ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ കുത്തുവാണ് കേട്ടോ ദേഷ്യത്തോട് കൂടിയിട്ട്. അത് കാണുമ്പോഴേക്കും രേവതി ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. രേവതിയെ കാണുമ്പോൾ തോർത്തെടുത്തിട്ട് കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ സച്ചി. എന്തായിരിക്കും സച്ചിയുടെ രാവിലെ തന്നെ ഇത്രയും ദേഷ്യത്തില്? ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്നല്ലോ. അങ്ങനെ ഫോണിൽ എന്ത് കണ്ടിട്ടായിരിക്കും ദേഷ്യപ്പെട്ടത്? അങ്ങനെ നമ്മുടെ രേവതി ഫോൺ എടുക്കാണ് കേട്ടോ. അപ്പോഴാണ് സച്ചി ബാത്റൂമിൽ കയറിയിട്ട് ഫോൺ അവിടെയുള്ള കാര്യം ഓർക്കുന്നത്. പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫോണ് രേവതിയുടെ കയ്യിൽ നിന്ന് തട്ടി അങ്ങ് വാങ്ങുന്നുണ്ട്. രേവതിക്ക് കൈ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ അടുത്ത് ആരാ പറഞ്ഞത് എന്റെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്? അതിന് മാത്രം അതിനകത്ത് എന്താ ഉള്ളത്? അതില് ഒരു അദൃശ്യം നടന്നിട്ടുണ്ട്. നീ എന്തിനാ ആവശ്യമില്ലാതെ എന്റെ ഫോൺ എടുക്കുന്നത്? ഒരാളില്ലാത്ത സമയത്ത് അവരുടെ ഫോൺ എടുത്ത് നോക്കുന്നത് തെറ്റാന്നുള്ള കാര്യം നിനക്ക് അറിയില്ല എന്ന് ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് രേവതിക്ക് വിഷമം എന്ന് മനസ്സിലാകുമ്പോഴേക്കും സച്ചി ഒന്ന് അടങ്ങുന്നുണ്ട്. അല്ല സച്ചിയേട്ടാ, ഞാനെന്താ റോട്ടിൽ പോകുന്ന ആരുടെയും ഫോൺ എടുത്തിട്ടാണോ നോക്കിയത്? ആരുടെ ഫോൺ ആയാലും എന്താ, മറ്റുള്ളവരുടെ ഫോൺ എടുത്ത് നോക്കുന്നത് തെറ്റാണ്. ചുമ്മാ അവിടെ കിടക്കുന്നതുകൊണ്ട് എടുത്ത് നോക്കിയാന്നുള്ള കാര്യം പറയുമ്പോൾ ചുമ്മാ എന്തിരുന്നു കഴിഞ്ഞാൽ നീ അത് എടുത്തു നോക്കുവോ? നീ എന്തെന്നെ സംശയിക്കുകയാണോ? നിങ്ങൾ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്? തെറ്റായിട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ ദേഷ്യപ്പെടേണ്ടതുള്ളൂ. എനിക്ക് എന്തിനു പേടിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഇത്രയും ദേഷ്യം വരുന്നത്? ഞാൻ എപ്പോഴെങ്കിലും നിന്റെ ഫോൺ എടുത്ത് നോക്കിയിട്ടുണ്ടോ? പിന്നെ നീ എന്തിനാ എന്റെ ഫോൺ എടുത്ത് നോക്കുന്നത്? അങ്ങനത്തെ പണിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ ലോക്ക് ചെയ്തിട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. രേവതിയാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് കഥക് തുറക്കുമ്പോഴേക്കും സച്ചി വീണ്ടും വന്നിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. ഇവരിങ്ങനെ ഫോൺ എടുത്ത് പോകുന്നതും അതുപോലെ ദേഷ്യത്തിൽ നമ്മുടെ രേവതി കഥക് അടയ്ക്കുന്നതൊക്കെ ചന്ദ്രമതി കാണുവാണേ. എന്താണ് ഈ വീട്ടിൽ നടക്കുന്നത്? എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിലാണല്ലോ. അങ്ങനെ ചന്ദ്രമതി അവിടെ നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്തും മോളിൽ നിന്ന് ഉറങ്ങി എണീറ്റിട്ട് വരുന്നത്. അല്ല ശ്രീകാന്ത്, നീയും എന്താണ് ടെറസിൽ നിന്ന് വരുന്നത്? ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണേ. അപ്പോഴേക്ക് രേവതിയെ കാണുന്നുണ്ട്. രേവതി ചേച്ചി, വർഷ പുറത്തേക്ക് വന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണേ. ഇന്നലെ നൈറ്റില് ചെറിയൊരു ആർഗ്യുമെന്റ് പറഞ്ഞ് സംസാരിച്ചിട്ട് ഞാൻ മുകളിൽ പോയി കിടന്നു. ഞാൻ അറിഞ്ഞു എന്നുള്ള കാര്യം രേവതി പറയണേ. വർഷ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് സംസാരിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അത് എന്ന് പറഞ്ഞിട്ട് തപ്പി പിടിക്കുകയാണ് രേവതി. എനിക്കറിയാം ഏട്ടത്തി, അവള് ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാവില്ല നൈറ്റിൽ. നന്നായിട്ട് ഭക്ഷണം കഴിച്ചു എന്നുള്ള കാര്യം പോലും അറിയില്ല. ഞാൻ എന്തോ ഭയങ്കര ലൂസിനെ പോലെ അവളെടുത്ത് വെറുതെ ഓരോന്ന് പറഞ്ഞു. ഞാൻ ഓവറായിട്ട് റിയാക്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വർഷ അങ്ങനെയൊന്നും അല്ല, എനിക്കറിയാം ഏട്ടത്തി, ഞാൻ ഫീൽ ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടത്തി ഇങ്ങനെ പറയുന്നത്. പക്ഷേ വർഷയെ കുറിച്ചിട്ട് എനിക്കറിയാം, ചെറിയൊരു കാര്യം പറഞ്ഞാൽ പോലും അവൾക്കത് താങ്ങാൻ വേണ്ടി പറ്റില്ല. കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഒരു ദിവസം പോലും പിരിഞ്ഞിട്ടില്ല. ഇന്നലെ മാത്രം തനിയെ ഞാൻ കിടന്നുറങ്ങാൻ പോയി. രാത്രി മൊത്തം അവള് കരഞ്ഞിട്ടുണ്ടാകും. നൈറ്റ് മൊത്തം ഉറങ്ങാത്തതുകൊണ്ട് ഇപ്പൊ ടയർഡായിട്ട് ഉറങ്ങുന്നുണ്ടാകും. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ആര്? അവളാണോ ടയർഡായിട്ട് കിടന്നുറങ്ങുന്നത്? എന്തായാലും ശ്രീകാന്ത് തന്നെ പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവാണേ. അപ്പോഴേക്ക് ചന്ദ്രമതി ചാടി വീഴാണ് കേട്ടോ. എടാ എന്താടാ പ്രശ്നം? ഞാനിവിടെ ഒരുത്തി നിൽക്കുന്നില്ലേ, നീ എന്താ അവളെടുത്ത് പോയി പറയുന്നേ? അതൊന്നും ഇല്ല അമ്മയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് കയറി പോവാണ് കേട്ടോ. അപ്പോഴാണ് രവി അങ്ങോട്ട് കയറി വരുന്നത്. ഞാൻ ശ്രീകാന്തിന്റെ അടുത്ത് എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അവനൊന്നും പറയാതെ റൂമിലേക്ക് കയറിപ്പോയി. അവന്റെ റൂമിലേക്ക് അവൻ പോകുന്നു, അതിൽ നിനക്കെന്താ? അങ്ങനെ ശ്രീകാന്ത് ചെന്നിട്ട് പായം തലനൊക്കെ പിടിച്ച് നിൽക്കാണ് കേട്ടോ. നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ബെഡിന്റെ മേലെ കയറി നിന്നിട്ടുണ്ടല്ലോ ഡാൻസ് കളിക്കണേ. ഇത് കണ്ടിട്ട് ഇങ്ങനെ വായം പൊളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ശ്രീകാന്ത്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴാണ് ശ്രീകാന്ത് വന്നത് വർഷ കാണുന്നത്. ശ്രീകാന്ത് എപ്പോഴാണ് വന്നത്? നീ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ, പാട്ടിട്ട് ഡാൻസ് ചെയ്യുന്നു, നീ ഭയങ്കര ഹാപ്പി ആയ പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ അതെ, ഞാൻ ഇന്ന് ഭയങ്കര റിഫ്രഷ്ഡ് ആണ്. ഇത്രയും നാൾ നീ എന്റെ അടുത്ത് കിടന്നതുകൊണ്ട് എനിക്ക് ശരിക്കും കൈയും കാലൊന്നും ഇട്ട് കിടന്നുറങ്ങാൻ പറ്റില്ലായിരുന്നു. പകുതി ബെഡ് നീ എടുക്കില്ലേ? ഇന്നലെ ഫുൾ ബെഡും എനിക്കായതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങി. അപ്പൊ നീ നന്നായിട്ട് ഉറങ്ങിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ 8 hours ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. നിനക്ക് കുറച്ചുപോലും ഫീൽ ചെയ്തില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തിനു ഫീൽ ചെയ്യണം? ഞാൻ കൂടെ ഇല്ലേ എന്നുള്ള കാര്യം നിനക്കൊരു ഫീൽ പോലും തോന്നിയില്ലേ? ഞാൻ നിന്റെ അടുത്ത് മുകളിൽ പോയി കിടക്കാനൊന്നും പറഞ്ഞില്ലല്ലോ, നീ ആയിട്ട് പോയതല്ലേ. അപ്പൊ നമുക്കിടയിൽ പ്രശ്നം വന്നത് നിനക്കൊരു ഇതായിട്ട് തോന്നിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാനെന്തിനാ വിഷമിക്കുന്നത്? ചെറിയൊരു ആർഗ്യുമെന്റ് അല്ലേ, അത് നീയാണ് അടിയായിട്ട് കാണുന്നത്. ടെൻഷൻ ആവാൻ മാത്രം ഇതൊന്നും അത്ര വലിയ മാറ്ററേ അല്ല. എന്റെ അമ്മ ചുമ്മാ നമ്മളടുത്ത് ഔട്ടിങ്ങിന് പോയിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. നിനക്കാണ് ഈഗോ എന്നുള്ള കാര്യം പറയുമ്പോൾ ആർക്ക്? എനിക്കാണോ ഈഗോ? നോക്ക് വർഷേ, നമുക്കിടയിൽ ഇത്രയും നാളായിട്ട് ചെറിയ ചെറിയ ആർഗ്യുമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോ ഒരു നൈറ്റ് മൊത്തം നമ്മൾ പിരിയാൻ മാത്രമുള്ള ആർഗ്യുമെന്റ് ആയി. അതിനാരാ കാരണം? നീയല്ലേ തനിയെ പോയത്, അപ്പൊ നീയാണ് കാരണം. ഇതേ സമയം നമ്മുടെ ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ എന്താ വിഷയം എന്നറിയാൻ വേണ്ടിയിട്ട് വർഷയുടെയും ശ്രീകാന്തിന്റെയും റൂമിന്റെ
പുറത്ത് ഡോറിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിനെല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റ് ആരാന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ആരെന്നുള്ള കാര്യം ചോദിക്കണേ വർഷ, നിന്റെ അമ്മ. എന്റെ അമ്മ എന്താ ചെയ്തത്? നിന്നെ ഞാൻ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി കഴിയാത്തവനാന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് നിന്റെ അമ്മ ചെയ്തത്. നിനക്കറിയില്ല വർഷേ, കപ്പിൾസിന്റെ ഇടയിൽ പ്രശ്നം വരാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ കാരണം തന്നെ ഭാര്യമാരുടെ അമ്മ കാരണമാണ്. എന്താ നിന്റെ അമ്മ കാരണം പ്രശ്നമൊന്നും വരില്ലേ? എത്ര പ്രാവശ്യം എന്റെ അമ്മ കാരണം പ്രശ്നം വന്നിട്ടുണ്ട്. അമ്മ നിന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ വർഷ പറയുന്നുണ്ട്, അപ്പോ എന്റെ അമ്മ ശരിയല്ല അല്ലേ? ഇപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ ഞാൻ നേരെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അമ്മ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തലേണ അമ്മയുടെ മുഖത്തിട്ടിട്ട് അമ്മനെ കൊന്നാലോ? ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ വർഷയെ നോക്കുന്നുണ്ടേ. എന്താ നോക്കുന്നത്? എന്റെ അമ്മയല്ലേ മോശപ്പെട്ടവള്? ഇങ്ങനെ ചെയ്താലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ അമ്മ മോശപ്പെട്ടവളാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അവർക്ക് എന്നെ കുറിച്ച് കെയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, അത് ക്രോസ് ചെയ്യണ്ടെന്ന് പറ. ശ്രീകാന്ത് ഇങ്ങനെ ഒരു ഈഗോസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചില്ല. നീ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള കാര്യം നീ വിചാരിക്കുന്നില്ലേ? അതിനാണ് പേര് ഈഗോ. നീ ഒറ്റയ്ക്ക് പോയി ഇരുന്നിട്ട് കുറച്ചെങ്കിലും ചിന്തിച്ചിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴും നീ ഇങ്ങനെയല്ലേ സംസാരിക്കുന്നത്? നിന്നെ ഒന്നും ഒരിക്കലും തിരുത്താൻ വേണ്ടി പറ്റില്ല, പോടാ എന്ന് പറയണേ. നിന്നെയാണ് ഒരിക്കലും മാറ്റാൻ വേണ്ടി പറ്റാത്തത്, പോടി എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് റൂമിൽ നിന്ന് ഇറങ്ങാണേ. തുടർന്ന് രേവതിയുടെ ഫോണിലേക്കാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി വിളിക്കാൻ കേട്ടോ. എന്താ അമ്മ വിളിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ കടയിൽ തിരക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ശരത്തിന് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അമ്മ എന്താ ശരത്തിന് പറ്റിയത്? അവന് കൈവേദനിക്കുന്നുണ്ട്, ഡോക്ടറെ അടുത്ത് പോകണമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇല്ലടി അതൊന്നുമല്ല, അവന് ജോലിക്ക് പോകണമെന്നാണ് പറയുന്നത്, അതും ആ ആന്റണിയുടെ ചിട്ടി കമ്പനിയിലേക്ക്. അവൻ എന്താണ് അമ്മ വിചാരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ മോളെ? ഞാൻ എത്ര പറഞ്ഞിട്ടും അവൻ അനുസരിക്കുന്നില്ല. നീ വീട്ടിലേക്ക് വരുമെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അമ്മ ആദ്യം അവന്റെ കയ്യിൽ ഫോൺ കൊടുക്ക്. ഞാനിപ്പോ കടയിലാണുള്ളത്, വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നീ അങ്ങോട്ട് വരുമെന്ന് ചോദിക്കുന്നുണ്ടേ. ആ ശരി അമ്മ വരാം, ഇവിടുത്തെ ജോലിയൊക്കെ തീർത്തിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് രേവതി. അത് കഴിഞ്ഞ് വീണ്ടും ചന്ദ്രമതിയാണ് കേട്ടോ കാണിക്കുന്നത്. ചന്ദ്രമതിക്ക് ആകെ ടെൻഷനാണ്. ഇവർക്ക് ഇടയിൽ എന്താ പ്രശ്നം എന്നുള്ള കാര്യം ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുവാണേ. അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മുടെ രവി ഇടയിൽ കയറിയിട്ട് നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നീ എന്താ ഈ ചന്ദ്രയെ കാണിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ രവിയേട്ടാ, വീട്ടിനുള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നീയല്ലേ ഇപ്പൊ വീട്ടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഓരോരുത്തരായിട്ട് ടെറസിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയുന്നുമില്ല. അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ? നീ എന്തിനാ അതൊക്കെ ചോദിക്കാൻ നടക്കുന്നത്? അവർക്ക് തനിയെ എന്ത് പേഴ്സണലാണ്, പിന്നെ എന്തിനാ അച്ഛനും അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുള്ളത്? ഇതൊന്നും ഒട്ടും ശരിയല്ല. അപ്പോഴേക്ക് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നിട്ട് രേവതി ചേച്ചി ഒരു കോഫി കിട്ടുമോ എന്നുള്ള കാര്യം ചോദിക്കണേ. ഇതാ ശ്രീകാന്ത് ഇപ്പൊ കൊണ്ടുവരാ. അപ്പോഴേക്ക് ശ്രീകാന്ത് നീ ഇങ്ങോട്ട് വാ എന്ന് പറയണേ. എന്താമെന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ആ പൂക്കെട്ടുകളുമായിട്ട് സംസാരിക്കുന്നത്? അമ്മ എന്തിനാ ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നത്? ഒരു കോഫി ചോദിച്ചു, അതിനിപ്പോ എന്താ? ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, കുറച്ചു നേരത്തെ മുമ്പ് നീ ചോദിച്ചില്ലേ, അതിനെ കുറിച്ചിട്ടാണ്. അത് ഞാൻ ചുമ്മാ വർഷയെ കുറിച്ച് പറഞ്ഞതാണ്. അതെന്തിനാ നീ അവളടുത്ത് പോയി പറയുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതമ്മ വേറെ വിഷയമാണ്. എന്താടാ നിനക്കും വർഷയ്ക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല അമ്മയെന്ന് പറയുമ്പോൾ എടാ എന്താണെന്നുണ്ടെങ്കിൽ നീ അമ്മയുടെ അടുത്ത് പറയടാ. ഇല്ല അമ്മ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണേ. അപ്പോഴേക്കും വർഷ പുറത്തേക്ക് വന്നിട്ട് ആന്റി എനിക്ക് കുളിക്കണം, ടൈം ആയിട്ടുണ്ട്. അവൻ ആദ്യം കുളിക്കുന്നോ അതോ ഞാൻ കുളിച്ചാൽ മതിയോ എന്നുള്ള കാര്യം ആന്റി ഒന്ന് ചോദിക്കുന്നു പറയണേ. അപ്പോഴേക്ക് ശ്രീകാന്ത് അമ്മേ ഞാൻ പോകുന്നു, എനിക്ക് ടൈം ആവുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കയറുവാണ്. അങ്ങനെ ശ്രീകാന്ത് റൂമിനുള്ളിൽ കയറുമ്പോഴേക്കും വർഷ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നേരെ വർഷയ്ക്ക് അരികിലേക്കാണ് ചന്ദ്രമതി ചെല്ലുന്നത്. അല്ല വർഷ എന്ന് പറയുമ്പോഴേക്കും ആ ആന്റി എന്താ പറയും, എന്താണ് പ്രശ്നം? അവൻ എന്തിനാ ടെറസിൽ നിന്ന് ഇറങ്ങി വന്നത്? ആന്റി ടെറസിലേക്ക് കയറി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇറങ്ങിയിട്ടല്ലേ വരാൻ പറ്റൂ? അയ്യോ അവന് പിന്നെ പറന്നിട്ടാണോ വരാൻ വേണ്ടി പറ്റും? ഞാൻ അതല്ല ചോദിച്ചത്. അവൻ എന്തിനാ പെട്ടെന്ന് ടെറസിലേക്ക് പോയത്? അത് നിങ്ങൾ ശ്രീകാന്തിന്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്. അതല്ല വർഷേ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നത്തിങ് ആന്റി, ഇതുവരെ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കയറി പോവാണേ. ചന്ദ്രമതിക്കാണെങ്കിൽ വീണ്ടും ടെൻഷനായി. തുടർന്ന് രവിക്ക് അരികിലേക്ക് നേരെ ചെന്നിരിക്കുകയാണ് കേട്ടോ. രവിയേട്ടാ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. നിനക്ക് ആ പെണ്ണ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇതുവരെ ഒരു പ്രശ്നമില്ല, ഇനി നീ ചെന്നിട്ട് വേറെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നാണ് അവള് പറഞ്ഞത്. ഓഹോ, അവൾ അങ്ങനെ പറഞ്ഞിട്ടാണോ പോയെന്ന് ചന്ദ്രമതി? അവള് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. രാവിലെ നീ എല്ലാം ചെക്ക് ചെയ്തിട്ട് പ്രശ്നം അന്വേഷിക്കുന്നുണ്ടല്ലോ, നിനക്കിപ്പോ ശരിക്കും എന്താ വേണ്ടത്? 3 പേരും ഇന്നലെ ടെറസിലാണ് കിടന്നത്. സച്ചി സാധാരണയായിട്ട് അവിടെ കിടക്കുന്നത്, കുഴപ്പമില്ല. ശ്രീകാന്തും സുധിയും എന്തിനാ അവിടെ പോയത്? രാത്രിയാണെന്നുണ്ടെങ്കിൽ ഇവർ 3 പേരും നന്നായിട്ട് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. മക്കളും മരുമക്കളും എല്ലാവരും ഒന്നായിട്ട് ചേർന്ന് നിന്നിട്ട് ചിരിച്ചു. ഇതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? അതല്ല വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ എന്താന്നുള്ള കാര്യം പറയുന്നില്ലല്ലോ. എന്റെ തലയ്ക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മുടെ സമാധാനമാണ് പോവുക. അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയാക്കണ്ടേ? ഓ അതിനു വേണ്ടിയിട്ടാണ് നീ ചോദിക്കുന്നതെന്ന് രവി ചോദിക്കുമ്പോൾ അതെ, അല്ലാതെ വേറെ എന്തിനാ ഞാൻ ചോദിക്കാൻ പോകുന്നത്? നീ വർഷയുടെ അടുത്ത് ചോദിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചോദിച്ചു. ശ്രുതിയുടെ അടുത്ത് ചോദിച്ചോ? ആ ചോദിച്ചു. നിങ്ങളുടെ മുമ്പെന്നല്ലേ ചോദിച്ചത്? നീ രേവതിയുടെ അടുത്ത് ചോദിച്ചോ? അത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളടുത്ത് എന്ത് ചോദിക്കാനാ? രേവതിയും സച്ചിയും ആദ്യമായിട്ടാണോ അടി ഉണ്ടാക്കുന്നത്? അപ്പൊ നിനക്ക് അത് ശരിയാക്കണം എന്നുള്ള കാര്യം തോന്നിയില്ലല്ലോ. അവർക്കിടയിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ അത് ശരിയാക്കിക്കോളും. നമ്മൾ പോയിട്ട് ശരിയാക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അത് വലുതാകും. അവരുടെ ജീവിതം അവർ ജീവിച്ചോളും. അപ്പോൾ മക്കളുടെ ജീവിതത്തെ കുറിച്ചിട്ട്
മാതാപിതാക്കന്മാർക്ക് ആശങ്ക പാടില്ലേ എന്ന് കരുതിയിട്ട് അവരുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെടുത്ത് പറയണമെന്ന് ചിന്തിക്കരുത്. അവരുടെ ജീവിതം അവരെ ജീവിക്കാൻ അനുവദിക്കണം. കൺട്രോൾ ചെയ്യണ്ട. നമ്മുടെ ആവശ്യം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ വന്ന് ചോദിക്കും, അപ്പൊ നമുക്ക് നോക്കാം. അതുവരെ നീ നിന്റെ പണി നോക്ക്. ഇങ്ങനെ മക്കളും മരുമക്കളൊക്കെ വേറെ വേറെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇവിടെ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ കേൾക്കട്ടെ, ഇപ്പോൾ നീ ഒച്ചയെടുക്കാതിരിക്കുക. അതാണ് എനിക്കിപ്പോൾ കേൾക്കാൻ വേണ്ടി പറ്റാത്തതെന്നുള്ള കാര്യം പറയാൻ കേട്ടോ. ഇത് കേട്ടിട്ട് ആകെ ചന്ദ്രമതിക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്